എഫ്ഐആർ കണ്ട് ഞെട്ടിയതിനു ശേഷം സതീശൻ നടത്തുന്ന വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ തരംഗമാകുന്നത്. CPM നേതാക്കൾ പോലീസിന് ചവിട്ടിയരക്കുന്ന കാഴ്ചയ്ക്കും വാർത്തയ്ക്കുമാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ തലശ്ശേരിയിൽ നമ്മൾ കണ്ടത്. അവിടെ കാവലക്കാരും നോക്കാൻ ഞങ്ങളുണ്ട്, ഇതിലിടപെടാൻ പോലീസ് വരണ്ട, അങ്ങനെ വന്നാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പിന്നെ നിങ്ങൾ കാണില്ല എന്നതാണ്. ഇത് ഞങ്ങൾ ഭരിക്കുന്നു അഥവാ CPM ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയുമാണ് ഇവിടെ ഉണ്ടായത്. പറഞ്ഞതുപോലെ തന്നെ പോലീസിന് സ്ഥലം മാറ്റുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇട്ട എഫ്ഐആർ, ഈ ക്രിമിനലുകൾക്കെതിരെ ഇട്ട എഫ്ഐആർ കണ്ട് ഞെട്ടിപ്പോവുകയാണ് സതീശൻ. സഭയിൽ നിന്നിറങ്ങിയ ശേഷമുള്ള സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ ഇതെല്ലാം അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. റെഡിയല്ലേ? റെഡിയല്ലേ? ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ റൂൾ 50ക്ക് നോട്ടീസ് കൊടുത്തിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തലശ്ശേരി മണോളിക്കാവ് ക്ഷേത്ര ഉത്സവത്തോട് നടന്ന ഒരു സംഘർഷം, അത് പിന്നീട് പോലീസും CPM-ഉം പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമായി മാറി. ഇത് ഞങ്ങൾ തിങ്കളാഴ്ച റൂൾ 50 ആയിട്ട് ഉന്നയിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹോമിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അന്ന്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിച്ച 3 പ്രധാനപ്പെട്ട അംഗങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിയമസഭയിൽ സംസാരിച്ചെങ്കിലും മുഖ്യമന്ത്രി ദീർഘനേരം മറുപടി പറഞ്ഞിട്ടും ഈ വിഷയത്തിൽ മാത്രം ഒരു മറുപടിയും പറയാതെ ഒഴിഞ്ഞു മാറി. ആ സാഹചര്യത്തിലാണ് ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തത്. എന്നാൽ ഇത് പൊതുപ്രാധാന്യമുള്ള വിഷയമല്ല, സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ലാഘവത്വത്തോടു കൂടി അതിന് അവസരം തരാതിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രതിരോധത്തിൽ നിൽക്കുന്ന, വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുന്ന കേരളത്തിലെ പോലീസിൻ്റെ മുഴുവൻ ആത്മവീര്യവും തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായത്. അത് ഗവൺമെൻറ് പ്രതിരോധത്തിലായതുകൊണ്ടാണ് ഈ നോട്ടീസ് ചർച്ച പോലും അനുവദിക്കാതെ അത് തള്ളിയത്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൗട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ അവിടെ തെയ്യം അമ്പലത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് CPM പ്രവർത്തകർ അവിടെ പോയി നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു. അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത്. ആ സംഘർഷം വന്നപ്പോൾ പിടിച്ചു മാറ്റാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസുകാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ആ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പോലീസിനെ ക്രൂരമായിട്ടാണ് ഈ CPM പ്രവർത്തകർ, ക്രിമിനലുകൾ ആക്രമിച്ചത്. എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്, അവർ CPM പ്രവർത്തകർ പറഞ്ഞു, കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഞാൻ വായിക്കാം, എഫ്ഐആർ വായിക്കാം. ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്, പോലീസ് കാവിൽ കയറി കളിക്കണ്ട, കാവിലെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട്, കളിക്കാൻ നിന്നാൽ ഒരൊറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് SI അടക്കം ഇവർ ഉപദ്രവിച്ചു. പോലീസുകാരനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി, അയാൾക്ക് പരിക്ക് പറ്റി. അതിനിടയിൽ സംഘർഷമുണ്ടാക്കിയ ഒരാൾ ഇതിനു മുമ്പ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ CPM പ്രവർത്തകർ സംഘമായി വന്നു ചേർന്ന് അയാളെ പോലീസിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. എന്താ പറഞ്ഞത്? പിന്നെ ഞങ്ങളായിട്ട് കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരെണ്ണം കാണില്ല എന്ന് ക്രിമിനലുകൾ പറഞ്ഞത് യാഥാർത്ഥ്യമായി. 2 SIമാരെ, വനിതാ SIയെയും ട്രാൻസ്ഫർ ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന നടപടിയാണ്. എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത് കേരളത്തിൽ? പോലീസ് ജോലി ചെയ്യുമ്പോൾ പോലീസിനെ ഉപദ്രവിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ മോചിപ്പിക്കുന്നു. ഞങ്ങളോട് കളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതനുസരിച്ച് പാർട്ടി നേതൃത്വം ഗവൺമെന്റിനെ അറിയിച്ച് ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ, ആക്രമണത്തിന് വിധേയരായ ഉദ്യോഗസ്ഥന്മാരെ അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. നിരവധി പേരാണ്, നിരവധി പ്രവർത്തകരാണ്
അതായത് ചെറുപ്പക്കാർ ഈ FIR-ൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചു ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ട് വനിതാ SI പറയാണ്, അവരോട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മാറി നിൽക്കാതെ ആവുമെങ്കിൽ മാറ്റിക്കോ എന്ന് കയർത്ത് സംസാരിച്ചു. കയർത്ത് സംസാരിച്ച ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ പേര് മാറ്റി പറഞ്ഞു. എങ്കിലും അയാളെ മനസ്സിലായി. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിൽ കയറ്റുകയും തുടർന്ന് 15ഓളം പേരും എനിക്ക് പരിചയമുള്ള ആളുകളും ഉൾപ്പെടെ 40ഓളം പേര് വന്നു ചേർന്ന് പ്രതിയെ ബലമായി മോചിപ്പിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ പോലീസിനെതിരെ അസഭ്യവർഷമാണ്. അത് ഞാൻ വായിക്കുന്നില്ല. FIR തന്നെ ഉണ്ട്. പോലീസിനെതിരായിട്ടുള്ള അസഭ്യവർഷം. ഈ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി CPM-ന്റെ ക്രിമിനലുകൾ. എന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാതെ, സംഘടനാപരമായ നടപടിയോ മറ്റു നടപടികളോ സ്വീകരിക്കാതെ ഈ ഇരകളായി മാറിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് CPM-നോട് കളിക്കണ്ട എന്ന ക്രിമിനലുകളുടെ വാക്കുകൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അടിവരയിട്ട് കൊടുത്താണ്. കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ SI-മാർക്കാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇത് സംസ്ഥാനത്തുടനീളം ആവർത്തിക്കപ്പെടുകയാണ്. SFI നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് SFI നേതാവ്. ചാലക്കുടിയിൽ വണ്ടി അടിച്ചു തകർത്തു. ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ ബലമായി മോചിപ്പിച്ചുകൊണ്ടുപോയി. പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് പല സ്ഥലത്തും നന്നായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ഇവർ പല സ്ഥലത്തും ഭീഷണിയാണ് നടത്തുന്നത്. മൈക്ക് വെച്ച് കെട്ടി തൻ്റെ കാല് വെട്ടും കൈ വെട്ടും എന്ന് പ്രസംഗിക്കുന്ന CPM നേതാക്കന്മാർ. ആരാണ് കേരളം ഭരിക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകാതിരിക്കുന്നത്? ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഈ സമീപനമാണ്. ഇതൊരു ഞെട്ടിക്കുന്ന, ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? കേരളത്തിലെ പോലീസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? പാർട്ടിക്കാരെ അവർക്ക് വേറെ അവകാശങ്ങളുള്ള ആളാണ്, അവരെ തൊടാൻ പോകണ്ട എന്നുള്ളൊരു മെസ്സേജാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സ്പീക്കറുടെ നിയോജക മണ്ഡലത്തിലാണ് ഇത്രയും ക്രൂരമായ നിന്ദ്യമായ ഒരു സംഭവം നടന്നിട്ട്. അതുകൊണ്ട് ബഹുമാന്യനായ സ്പീക്കറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും എല്ലാം പ്രതിരോധത്തിലാവും എന്ന് കണ്ടിട്ടാണ് മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹോമിൻ്റെ ചർച്ചയിൽ ഞങ്ങളിത് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ലോകത്തുള്ള എല്ലാ കാര്യത്തിനും മറുപടി പറയുമല്ലോ. എന്തുകൊണ്ടാണ് ഇത് ഈ കാര്യത്തിൽ മറുപടി പറയാറുന്നത്? ഇതിന് മറുപടി പറയാനില്ല. ഗവൺമെൻറ് പ്രതിരോധത്തിലാണ്. ഇത് ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. മാത്രമല്ല, ഈ അമ്പലങ്ങളിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? നമ്മളെല്ലാവരും RSS-നെതിർക്കുകയല്ലേ? RSS എങ്ങനെ ഗണഗീതങ്ങൾ പാടുകയും അമ്പലങ്ങളിൽ പോയിട്ട് മാർച്ച് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ CPM ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തും. ഇപ്പം ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള ഏതാ? പുഷ്പനെ അറിയാമോ എന്നത്. ആ പുഷ്പനെ അറിയാമോ? ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പാടുമ്പോൾ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI CPM. ഇതെന്ത് നാടാണിത്? ഇങ്ങനെയാണ് ഇവർ. ഞാൻ പറഞ്ഞു, ഇവർക്ക് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ വന്നൊരു സംഘർഷം നടത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി ഇത് ചെയ്യാമോ? ഏതെങ്കിലും ദേവാലയത്തിൽ പോയി, ആരുടെയെങ്കിലും ദേവാലയത്തിൽ പോയി ഇത് ചെയ്യാമോ? അപ്പം എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ്. നാട്ടുകാരുടെ പൈസയെ പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോടെ. അവരെന്ത് പഴിച്ചു? ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ എന്തും ചെയ്യാം എന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിൻ്റെ ഭാഗമാണ്. അണികളെ കയറൂരി വിട്ടിരിക്കുകയാണ് ഒരു നിയന്ത്രണമില്ലാതെ. എന്തും ചെയ്യും CPM അണികൾ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ഇതുപോലത്തെ ഒരു സംഘർഷമാണ്. തെയ്യം അകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ മുമ്പിൽ പോയി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക. അത് വിളിക്കാൻ പറ്റി എത്ര സ്ഥലം വേറെയുണ്ട്? അമ്പലത്തിലെ തെയ്യം അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തെയ്യത്തിന് അഭിവാദ്യം ചെയ്യുന്നത്. ഇത് കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയെല്ലാം ക്രിമിനലുകളുടെ സംഘമായി ഇവർ മാറിയിരിക്കുക. എവിടെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, പൊളിറ്റിക്കൽ പേട്രണേജാണ്. ലഹരി മരുന്ന് മാഫിയ സംഘങ്ങൾക്ക് അവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൂടാ. ഇത് പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകുന്ന, അവർക്ക് ജോലി ചെയ്യാൻ
മടി തോന്നുന്ന സംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികളെടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ പിൻവലിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുകയുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് വിഷയം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷതാവ് പറഞ്ഞ പോലെ നിയമവാഴ്ച പോലീസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. നഗ്നമായ ഒരു രാഷ്ട്രീയ ഇടപെടൽ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്ന ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടി വന്നാൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. മയക്കുമരുന്നായാലും കൊലപാതകങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ. പക്ഷെ എല്ലാത്തിലും രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. FIR തന്നെ അതാണ്. പക്ഷേ FIR അതാണ്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ്. എല്ലാവർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നടപടി പോലീസുകാർക്കെതിരെയാണ്. അതാണ് കേരളത്തിൽ നിയമവാഴ്ച നേരാവണ്ണം നടക്കാത്തതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കേസാണിത്. അതുകൊണ്ടാണ് നിയമവാഴ്ച ഉറപ്പ് വരുത്തണം. പോലീസിന് സംരക്ഷണം, പോലീസിന് നിയമവാഴ്ച പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതിനുള്ള സംരക്ഷണം കൊടുക്കണം എന്ന അർത്ഥത്തിലും പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നത്. അത് ചർച്ചക്കെടുക്കാതെ അനുവദിക്കാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് അതിലേറെ അപലപിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. പറഞ്ഞില്ല മുഖ്യമന്ത്രി ഉത്തരം മുട്ടുന്നൊരു സാഹചര്യം. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോൾ പോലീസ് അവരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതര പരിക്കായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ആ സംഭവത്തെ ന്യായീകരിച്ചത് അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. തലശ്ശേരിയിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിന്, പരിക്കേൽപ്പിച്ചതിന്, ചവിട്ടിത്താഴെയിട്ടതിന്, അസഭ്യം പറഞ്ഞതിന്, ഭീഷണിപ്പെടുത്തിയതിന് തലശ്ശേരിയിൽ നിങ്ങൾ ഉണ്ടാവില്ല, ഞങ്ങളാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് വെല്ലുവിളിച്ചതിന് 2 FIR 2 SIമാർ പരാതിക്കാരായിട്ടാണ് ക്രൈം 186, 187, 2025 തലശ്ശേരിയിലെ 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ ആ FI സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ നിയമസഭയിൽ വായിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ സ്പീക്കറുടെ നിയോജക മണ്ഡലത്തിൽ തലശ്ശേരിയിൽ നടന്ന എല്ലാവരും നടന്ന ഈ സംഭവമാണ്. അവിടെയാണ് ഈ പരാതിക്കാരായ SI വിപിനെയും വനിതാ SI ദീപ്തിയെയും മറ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി CPM ഗുണ്ടകൾ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ അത് നടപ്പിലാക്കി. ഇതെന്ത് സന്ദേശമാണ് കേരളത്തിലെ പോലീസിനും ജനങ്ങൾക്കും നൽകുന്നത്? പോലീസിന് പോലും സുരക്ഷിതത്വമില്ല. പച്ചമരത്തോട് ഇതാണ് എങ്കിൽ ഉണക്കമരത്തോട് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തത്. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഗവൺമെൻറ്റിന് മറുപടി ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ അടിയന്തര പ്രമേയം അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു കീഴ്വഴക്കം പുതുതായി സൃഷ്ടിക്കുകയാണ്. ഇന്നിവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം കഴിഞ്ഞ ഡിമാൻഡ് ഡിസ്കഷനിൽ, ഹോമിൻ്റെ ഡിമാൻഡ് ഡിസ്കഷനിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷെ അന്നും മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് മറുപടി നൽകിയില്ല. പോലീസിന് സ്വതന്ത്രമായി കേരളത്തിൽ ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പോലീസിനെ ക്രിമിനലുകൾ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെങ്കിൽ അവരെ വീണ്ടും ബലി കൊടുക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഈ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ പോലീസിൽ ക്രിമിനൽ വൽക്കരണം മറ്റൊരു തരത്തിൽ നടക്കുകയാണ്, രാഷ്ട്രീയവൽക്കരണം മറ്റൊരു തരത്തിൽ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന പോലീസുകാർക്ക് നിലനിൽപ്പുള്ളൂ എന്ന മെസ്സേജാണ് ഇന്ന് ഈ സേനയിലേക്ക് ചെല്ലുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നൊരു സംശയമില്ല. പോലീസിനെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നീങ്ങുക എന്ന ആ ഒരു റോങ് മെസ്സേജാണ് ഇപ്പോൾ കേരളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലേക്ക് മാറുമെന്ന ആശങ്ക ഇന്ന് ഉടലെടുക്കുകയാണ്. അല്ല, ക്ഷേത്രങ്ങളിൽ അങ്ങനെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ക്ഷേത്രങ്ങളുടെ ഇതിന് വിടുക. ദേവാലയങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കോട്ടെ. അവിടുത്തെ കമ്മിറ്റികൾ, ദേവസ്വം ബോർഡ് അവർ ചെയ്തോട്ടെ. ഇവരവിടെ പോയി ബലം പ്രയോഗിച്ച്
ഇത് ക്രിമിനൽ കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് പല ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹികൾ. ഞാനതൊന്നും പറയാഞ്ഞിട്ടാണ്. വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അവർ ആളുകളുടെ പണം പിരിച്ചിട്ട് ഇതുപോലത്തെ പരിപാടികൾ നടത്തുകയാണ്. അതുണ്ടാക്കാൻ പോകുന്നൊരു സംഘർഷം എന്താ? എന്തിനാണ് ഇങ്ങനൊരു രാഷ്ട്രീയവൽക്കരണം ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത്? നമ്മളെല്ലാവരും BJP RSSും ചെയ്യുന്നതിനെ എതിർക്കുന്ന ആളുകളല്ലേ? അപ്പോൾ ഇവരും അത് തന്നെ ചെയ്താലോ? തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ദേവാലയത്തിലും ഒരു മതവിഭാഗങ്ങളുടെ ദേവാലയത്തിലും ഇത്തരം രാഷ്ട്രീയം കലർത്താൻ പാടില്ല. വീഡിയോ വാൾ വെച്ച് എലക്ഷൻ പറഞ്ഞിരണോ? നവകേരള സദസ്സിന് പോലും ഗവൺമെൻറ് പരിപാടി നടത്തുകയാണെന്നിട്ട് പറഞ്ഞിട്ട് പോലും ക്ഷേത്ര വളപ്പുകൾ അതിനെ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുണ്ട്. ഈ പറയുന്ന കടക്കൽ ക്ഷേത്ര മൈതാനം ഇതുപോലെ നവകേരള സദസ്സിന് വെച്ചിരുന്ന കോടതി വിധി വന്നതിനെ തുടർന്നാണ് അത് മാറ്റിയത്. കോടതി പറഞ്ഞാണെന്ന് നവകേരള സദസ്സ് പോലും ക്ഷേത്രമുറ്റത്ത് നടത്താൻ പാടില്ല. കാരണം അതൊരു രാഷ്ട്രീയ ചുവയുള്ള പരിപാടിയാണ്. അത്തരം പരിപാടികൾ നടത്തരുതെന്ന് പറഞ്ഞതാണ്. ഇത് കാണിച്ചിരി ഇതൊക്കെയാണ് അധിക പ്രസംഗം എന്ന് പറയുന്നത്. പോലീസിൻ്റെ ഒരു ആത്മവീര്യം വേണ്ടേ? പോലീസിന് ജോലി ചെയ്യാനുള്ളൊരു ധൈര്യം വേണ്ടേ? ഈ ഒരു അനുഭവം ഇത് കൊടുക്കുന്ന, ഞാനതാണ് ചോദിച്ചത്, ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ, സന്ദേശം എന്താണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൊടുക്കുന്ന മെസ്സേജ്? നിങ്ങൾ എന്ത് ചെയ്താലും പാർട്ടിക്കാരെ അങ്ങോട്ട് വിട്ടേക്ക്, അതുമ്പോൾ തൊട്ട് കളിക്കണ്ട. അവർക്ക് എന്താ നിയമം വേറെയാണോ? അവർക്ക് വേറെ CRPCയും അവർക്ക് വേറെ IPC ഉണ്ടോ? പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയും പാർട്ടി തന്നെ എല്ലാ കാര്യവും തീരുമാനിക്കുക. ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്. അങ്ങനെ ചെയ്യാമോ? ഇതിപ്പോൾ പാർട്ടിക്കാർക്ക് വേറെ നീതിയാണ്. അല്ല, അത് ഇവർ തമ്മിൽ വലിയ സൗഹൃദവും സ്നേഹവും ബന്ധമല്ലേ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അല്ല, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടോ. രമേശ് ചെന്നിത്തല അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്താണ്? PRDയിലെ ന്യൂസ് റിലീസ് എന്താ? അത് ഇൻഫോർമൽ ആയിരുന്നു എന്ന്. എന്താണ് അനൗദ്യോഗികമായി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത്? എന്താ അനൗദ്യോഗികമായി നമ്മൾ അറിയണ്ടേ? എന്നിട്ട് കേരളം ഇതുപോലുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത്? ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത്? എന്തായിരുന്നു അനൗദ്യോഗിക സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? എന്തായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്നൊരു കാപ്പി കുടിച്ചു എന്നതിൻ്റെ പേരിൽ NK പ്രേമചന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആള്. ക്യാൻറ്റീനിൽ ഇപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന ഞങ്ങൾ മന്ത്രിമാരും ഞങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാപ്പി കുടിക്കാറുണ്ട് ഇല്ലേ? ഈ ക്യാൻറ്റീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളായിട്ടും വന്ന് നമ്മളിരിക്കാറുണ്ട്. അതുപോലെ പാർലമെന്റിലെ ക്യാൻറ്റീനിൽ നരേന്ദ്രമോദി ഇരുന്ന സമയത്ത് ആ ടേബിളിൽ ഇരുന്ന് കാപ്പി കുടിച്ചു എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി NK പ്രേമചന്ദ്രനെ അധിക്ഷേപിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശ്രമിച്ചാണ്. ആ മുഖ്യമന്ത്രിക്ക് ഗുജറാത്തിൽ വ്യവസായത്തെക്കുറിച്ച് തൊഴിൽ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഷിബു ബേബി ജോൺ പോയതിന് അന്നത്തെ നമ്മുടെ മന്ത്രിസഭയിൽ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച ആളുകൾ. എന്താണ് അനൗദ്യോഗിക ചർച്ച നിർമ്മല സീതാരാമനുമായിട്ട്? എന്താ അനൗദ്യോഗിക ചർച്ച കേരള ഹൗസിൽ? അത് ചോദിച്ചാൽ പറയണ്ടേ? എന്താ അനൗദ്യോഗികമായിട്ട് അവർ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്? അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ അവർ തമ്മിൽ. സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഭരണപരമായ കാര്യങ്ങളല്ല സംസാരിച്ചു. ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്, ഞങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്താ, കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ തമ്മിൽ സംസാരിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രതികരിച്ചത്. പിന്നീടാണ് ഈ PRDയുടെ റിലീസ് വന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയമായത് അനൗദ്യോഗികം. എന്ത് അനൗദ്യോഗികം? ഒരു നിയമപരമായ പിൻബലമില്ല. അത് രാഷ്ട്രീയ ചർച്ചയാണ് നടത്തിയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അല്ലെ, അവർ ഒഫീഷ്യലായിട്ടും കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്തതെങ്കിൽ അവർക്കത് പറയാമല്ലോ. അത് പറയുന്നില്ലല്ലോ. എന്തിനാണ് PRD ഇത് അനൗദ്യോഗിക ചർച്ചയാണ് എന്ന് പറഞ്ഞത്? അതാണ് ഞങ്ങളുടെ ചോദ്യം.
അതൊരു ഞാനിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്, പണ്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് കേരളത്തിനുണ്ടായിരുന്നു. കേരളത്തിലൊരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ നോക്കുകൂലിയൊക്കെ ഉണ്ട് ഇപ്പോഴും പല സ്ഥലത്തും. എന്നാലും കേരളത്തിലെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി കുറഞ്ഞു, സമരങ്ങൾ കുറഞ്ഞു. കേരളത്തിൽ കുറേ നാളുകളായി ഇത് ഇവർ വന്നതിന് ശേഷമുള്ളതല്ല. അപ്പോൾ അത് ആ ഒരു അന്തരീക്ഷം ഒരു പഴയ കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ എക്സ്ട്രീമിൽ പോയി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ അന്തരീക്ഷം കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി അല്ലെങ്കിൽ ഒരു 10-15 വർഷക്കാലമായി അതല്ല. ഞാനെല്ലാം ട്രേഡ് യൂണിയൻ സെക്ടറിലുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയനിസ്റ്റുകളാണ്. ഞങ്ങളൊന്നും ഒരു സ്ഥാപനത്തിന് സമരം ചെയ്യിപ്പിക്കാറില്ല. കാലം വരുത്തിയ മാറ്റമാണ്, കാലം വരുത്തിയ സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. ആദ്യമായിട്ട് വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ആദ്യം ആ വാക്ക് പറഞ്ഞ ആളാണ് കുഞ്ഞാലി സാഹിബ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറണമെന്നാണ് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചാണ് എപ്പോഴും മൈൻഡ് സെറ്റ്. അദ്ദേഹമാണ് ആദ്യം ആ പ്രയോഗം നടത്തിയതെന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. മൈൻഡ് സെറ്റ് മാറണം, കേരളത്തിൻ്റെ മൈൻഡ് സെറ്റ് അല്ല. അതെ, ഞാൻ കേട്ടില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കല്ലോ, നമുക്ക് കാണുമല്ലോ എപ്പോഴും. എന്താണെന്ന് നോക്കിയിട്ട് പറയാമല്ലോ. അല്ല, നോക്കിയിട്ട് നമുക്ക് പറയാം. നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഞങ്ങൾ ഈ വിഷയം സഭയിൽ വീണ്ടും അവതരിപ്പിക്കും. ഇത് പിന്നെ ഇന്ന് ഫിനാൻസ് ബില്ലെല്ലാം എടുക്കുന്നതുകൊണ്ടാണ് വേറൊരു സംഘർഷത്തിലേക്ക് നമ്മൾ പോകാറ്. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലോ.